അനാവശ്യ ധൂർത്തും ദീർഘവീക്ഷണമില്ലാത്ത സാമ്പത്തിക നയങ്ങളും മൂലം പിണറായി സർക്കാർ കേരളത്തെ കൊടിയ സാമ്പത്തിക കടക്കെണിയിലാക്കിയെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നവകേരള സദസ്സിൽ വന്ന ആരെയും മുഖ്യമന്ത്രി കണ്ടുമില്ല, ആരുടെയും പരാതി സ്വീകരിച്ചുമില്ല. ജനങ്ങൾക്ക് ഒരു ഉപകാരവുമില്ലാത്ത സദസ്സാണ് പിണറായിയും കൂട്ടരും നടത്തിയത്. പിണറായിയും മന്ത്രിപരിവാരങ്ങളും ആഡംബര ബസ്സിലും 5 സ്റ്റാർ ഹോട്ടലിലും ഭക്ഷണം കഴിച്ച് കൊഴുത്തു എന്നല്ലാതെ ഈ സദസ്സ് കൊണ്ട് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഇതിനെല്ലാം എതിരായ താക്കീതായിരിക്കും വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പെന്നും 20-ൽ 20 സീറ്റും UDF നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖാമുഖം കാണാൻ, ജനങ്ങളെ മുഖാമുഖം കാണാൻ കഴിയാത്തത് കൊണ്ടാണോ മുഖ്യമന്ത്രി വീണ്ടും ഒരു പരിപാടി കേരളത്തിലൊട്ടാകെ ഇട്ടിരിക്കുക? നിങ്ങൾ ഇന്നലെ പത്രത്തിൽ വായിച്ചു കാണും, മുഖ്യമന്ത്രി മുഖാമുഖം ജനങ്ങളെ കാണാൻ പോകുന്നു. 35 ലക്ഷം രൂപ യാത്രപ്പടി കൊടുത്തിട്ടും 140 നിയോജക മണ്ഡലങ്ങളിൽ പോയിട്ടും 140 നവകേരള സദസ്സുകൾ നടത്തിയിട്ടും ജനങ്ങളെ മുഖാമുഖം കാണാൻ കഴിയാത്തത് കൊണ്ടാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി വീണ്ടും ഒരു മുഖാമുഖം നടത്താൻ പോകുന്നത്? എനിക്കതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. 140 നിയോജക മണ്ഡലങ്ങളിൽ പോയി രാവിലെ ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളുമായി, ശിഷ്ടാതിഥി എന്നല്ലേ അവരുടെ പേര് പറഞ്ഞേ, ക്ഷണിക്കപ്പെട്ട VIP-കളുമായി അദ്ദേഹം ചർച്ച നടത്തുകയുണ്ടായി. സർക്കാർ അല്ല ഇത് കൊള്ളക്കാർ എന്ന മുദ്രാവാക്യവുമായി UDF നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയോജക മണ്ഡലം ചെയർമാൻ PN നൌഷാദ് അധ്യക്ഷനായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തി. മോഹൻ ജോസഫ് MLA, KPCC ജനറൽ സെക്രട്ടറി ജോസി സെബാസ്റ്റ്യൻ, UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ, കൺവീനർ ഫിൽസൺ മാത്യൂസ്, ആസീസ് ബഡായിൽ, മാത്തുക്കുട്ടി വളത്താനം, KF വർഗീസ്, VJ ലാലി തുടങ്ങിയവർ പ്രസംഗിച്ചു.